ദൈവത്തിന്റെ രക്ഷ നമുക്ക് എല്ലാവരും പരസ്പരം മനസ്സിലാക്കുകയും അനുഭവിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം അല്ലെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തില് ഏറ്റവും ആദ്യം ദൂത് ലഭിച്ചത് ആർക്കാണ്? പുതിയ നിയമത്തില് നിസ്സാരരായ ആട്ടിടയന്മാർക്കാണ് അല്ലേ? ആണോ? അതെ. ഈശോ ജനിച്ചു എന്നുള്ള വാർത്ത, അതായത് അന്ന് വരെ, അതായത് ഇവര് അത്രമാത്രം ആത്മീയ പാണ്ഡിത്യമോ അല്ലെങ്കിൽ വേദപുസ്തകങ്ങളെ കുറിച്ചുള്ള അറിവോ അങ്ങനെ ഒന്നുമില്ല. സാധാരണരായ ജീവിതവുമായി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആട്ടിടയന്മാര്. അതുകൊണ്ടാണ്, അതായത് പലപ്പോഴും നമുക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒത്തിരി അറിവുള്ളവരെ നമുക്ക് പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പ്രയാസം. അല്ലെങ്കിൽ അവര് തർക്കിക്കും, അല്ലെങ്കിൽ അവരത് നെഗ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും, അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ചിന്തകൾ കൂടി. പക്ഷെ അതായത് ഒന്നിനെ കുറിച്ച് അറിവില്ലാത്ത ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മേല് ദൈവം ഒരു പ്രത്യേകമായ സാഹചര്യവും കരുണയും സ്നേഹവും കരുതലും ഒക്കെ നൽകും. അങ്ങനെ നൽകിയ, അതായത് മറ്റുള്ളവരിൽ പരിഗണിക്കപ്പെടാത്തൊരു സമൂഹമായിരുന്നല്ലോ. അപ്പോ അത്രമാത്രം, അതായത് രാവും പകലും കഠിനമായ അധ്വാനത്തിന്റെ ഇടയിൽ വിശ്രമിക്കാൻ ഒരിടം പോലും ഇല്ല. മഞ്ഞിലും ചൂടിലും എല്ലാം ഒരുപോലെ തന്നെ ആട്ടിടയന്മാര് ആടുകളോടൊപ്പമാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കൊരു സ്ഥലമൊന്നുമില്ല. അപ്പൊ അവരൊരു ആടുകളെ സംരക്ഷിക്കാനുള്ള ഒരു ആല കെട്ടി അവിടെ തന്നെ ആടുകളോടൊപ്പം തന്നെ കൂടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കറിയാം, ബത്ലഹേമില് ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ വലിയ കണ്ടാൽ നമുക്ക് വലിയ ഒരു പ്രൗഢിയൊന്നും കാണില്ല. പക്ഷെ അവിടെ എല്ലാം ദൈവികമായ ഇടപെടലുകൾ അല്ലെ. ഈശോ ജനിച്ച സ്ഥലത്ത് തന്നെ വലിയ പ്രൗഢിയുള്ള സ്ഥലമായിരുന്നോ? ഇല്ല. പക്ഷെ ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്വവും പ്രൗഢിയുള്ളതും ദൈവീകമായ ആ ഒരു സാന്നിധ്യമുള്ള ഒരു ഇടമായി ദൈവം മാറ്റി അല്ലെ. അപ്പോ നമ്മളുടെ ഓരോ ജീവിതയാത്രകളിലും ദൈവത്തിന്റെ രക്ഷയ്ക്ക് കടന്നു വരാനായിട്ട് ഇന്ന വ്യക്തികൾ വേണമെന്നില്ല, ഇന്ന സാഹചര്യം വേണമെന്നില്ല, ഇന്ന സമ്പത്ത് വേണമെന്നില്ല, അറിവ് വേണമെന്നില്ല, കഴിവ് വേണമെന്നില്ല. എപ്പോഴും ബിഗ് സീറോ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി അല്ലേ? ആണോ? ആണോ? കേൾക്കുന്നില്ല. അതെ. അതായത് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഏതെങ്കിലും തരത്തില് ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പിടിവലിയും അടിയും ഒക്കെ വീഴാൻ സാധ്യതകൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തില് നമുക്ക് നമ്മളിൽ കൂടിയാണ് അതെല്ലാം സാധിച്ചെന്ന് ചിന്തിച്ച നിമിഷം പിശാചിന് എൻട്രി കൊടുക്കാൻ ഒരു പ്രവേശന കവാടം ഞാനും നിങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? അപ്പോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളല്ല, ദൈവമാണ് അവിടെ എല്ലാം പ്രവർത്തിച്ചത്. ഇപ്പോ രക്ഷകനായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും അറിവിലും നമുക്ക് ആ കുഞ്ഞു ജീവിതത്തെ, നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ അത് എപ്പോഴും ഒരു ഇടപെടലുകളും ദൈവിക സാന്നിധ്യമായി മാറ്റുവാൻ സാധിക്കും. എനിക്ക് കിട്ടിയ കൃപ എപ്പോഴും, പലപ്പോഴും നമ്മൾ പറയുന്നത് ആരും സ്വീകരിക്കണമെന്നില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല എന്നെ പഠിപ്പിക്കണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുന്നതും പറയുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ. കാരണം നമ്മൾ ആരും ദൈവത്തിന്റെ പേരിൽ നിശബ്ദരായിരിക്കാനുള്ള ആൾക്കാരല്ല. എപ്പോഴും ശബ്ദം ഉയർത്തി, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവിക കാര്യങ്ങൾക്ക് തീക്ഷ്ണത ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലും ദൈവം തീക്ഷ്ണതയോടുകൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കോ? ഇന്നെന്താണ് ഒരു അറിവില്ലല്ലോ? ഉണ്ടോ? പ്രവർത്തിക്കും. പ്രവർത്തിക്കും. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇടക്കിടക്ക് പൊട്ടി പോണം. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു കൃപ കിട്ടി. ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ പ്രെയർ ഒക്കെ തുടങ്ങിയത് നമ്മുടെ ആരുടെങ്കിലും എടുക്കാണോ? ഇല്ല.
കുറച്ച് മിടുക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം കുറച്ച് സാഹചര്യങ്ങൾ മീഡിയയിൽ കൂടി തന്നു. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കോവിഡ് വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഞാനൊരു ബിഗ് സീറോ എന്നാ വന്നതെന്ന് പറയുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ആളാ. കാരണം എനിക്ക് ഞാൻ ചോദിക്കാറുണ്ട് എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എന്നോടും പലരോടും ചോദിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ന് കൂടുതൽ സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്, അല്ലെ? ഞാൻ എന്ത് ചോദിക്കുന്നോ അതിനുള്ള മറുപടി ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കൂടി തരും. നമ്മളിപ്പോ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഒരാള് ദ്രോഹിച്ച് കടന്നു പോയിട്ടുണ്ടോ, അവർക്ക് ഇങ്ങനെ പറയുമല്ലോ, പണ്ടെല്ലാം കുറച്ച് വൈകിയാണ് മറുപടി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ കർത്താവിന് സമയമില്ലാത്തതുകൊണ്ട് വേഗം വേഗം മറുപടി കൊടുത്തു വിടണേ, അല്ലെ? അല്ലെ? ഒരുപാട് അനുഭവങ്ങള്, ഒരുപാട് ജീവിതങ്ങള്, ഒരുപാട് സാഹചര്യങ്ങളെല്ലാം, അതായത് വചനത്തിൽ കൂടി എല്ലാം പ്രാവർത്തികമാക്കണം, ജീവിതങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കണം, വ്യക്തികളിൽ കൂടി, സമൂഹങ്ങളിൽ കൂടി, സഭയിൽ കൂടി എല്ലാം ഇത് പ്രാക്ടിക്കലി നടക്കണം. ഞാനൊരു അച്ഛനോടൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അച്ഛൻ അത് ബോധപൂർവം നെഗ്ലക്ട് ചെയ്ത്, അത് അങ്ങനെ മനഃപൂർവ്വം അങ്ങോട്ട് അവഗണിച്ചു കളഞ്ഞു. ഞാനപ്പോ പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. കാരണം അത് നല്ലൊരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യം മോശപ്പെട്ട ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് ഞാൻ അവസാനം മോശക്കാരിയായിട്ടാണ് അത് മാറിയത്. അപ്പോ ഞാൻ പിന്നെ കർത്താവിനോട് പറഞ്ഞു, ഇതെന്റെ ഉത്തരവാദിത്തത്തിന്റെ കീഴിലുള്ള കാര്യമൊന്നുമല്ല, പിന്നെ എന്നെ എന്തിനാ ഇതിലോട്ട് വലിച്ചിട്ട് എന്നെ മോശക്കാരിയാക്കിയത്? കാരണം എന്നോട് പറയാനും എന്നെ കൊണ്ട് പറയിപ്പിക്കാനും ഒക്കെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതില് ദൈവികമായ ഒരു കരുതലും ദൈവത്തിന്റെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അല്ലെ? എന്നേക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തികള് എന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നില്ല, അല്ലെ? നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും നമ്മളെ കേൾക്കുന്ന വ്യക്തികള് എന്താണ് എന്ന് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ ആ വ്യക്തി ഇപ്പോ എന്താണ് തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ഈശോയെ അവഗണിക്കുന്നുണ്ട്, അല്ലെ? അവഗണിക്കുന്നില്ലേ? തച്ചന്റെ മകൻ, ഒരു മരപ്പണിക്കാരന്റെ മകനല്ലേ അവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ എവിടെ നിന്ന് കിട്ടി ഇത്ര അറിവ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അല്ല അത് സ്വീകരിക്കുന്നത്, അല്ലെ? ഒരു ഉച്ചഭാവത്തോടു കൂടെയാണ് ഈശോയ്ക്ക് നേരെ ആ വാക്കുകളൊക്കെ ഉതിർക്കുന്നത്. അപ്പോ ഈശോ അത് കേൾക്കുന്നുണ്ട്. ഈശോ പറയുന്നത് എന്താണ്? സ്വഭാവനത്തിലും സ്വദേശത്തും സുബന്ധുജനങ്ങളുടെ ഇടയിലും മാത്രമാണ് പ്രവാചകര് അവഗണിക്കപ്പെടുന്നത്. അപ്പോ ദൈവത്തിന് ഒരുപാട് കഴിവും മിടുക്കും പാണ്ഡിത്യവും PG-യും ഡോക്ടറേറ്റും ഉള്ള ആളുകളെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കും. കാരണം എല്ലാ ആളുകളെയും, ലോകം മുഴുവനുള്ള സർവ്വരെയും ദൈവത്തിന് വ്യക്തമായിട്ട് അറിയും. പക്ഷെ അവരുടെ ഇടയിൽ നിന്നൊക്കെ ദൈവം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ജീവിതങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്താണ്? ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇടപെടലുകളാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ ദൈവമാണ് അതിന്റെ ഉത്തരവാദി, ദൈവമാണ് അതിന് ഇടയാക്കിയത്. അതായത് കാനായിലെ കല്യാണ വിരുന്ന് നമുക്കറിയാം, അവിടെ കാല് കഴുകാൻ ഉപയോഗിച്ച കൽഭരണിയാണ് ഉണ്ടായിരുന്നത്, അല്ലെ? അതിനു മുമ്പ് നിറച്ചു വെച്ച ഭരണിയിൽ തന്നെ, അപ്പൊ നമുക്കറിയാലോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ. വേറെ പാത്രം ഉപയോഗിച്ച് കഴുകി വെടിപ്പാക്കി ഒന്നും ചെയ്യേണ്ട. കാരണം വൈൻ ചെയ്യുന്ന ഭരണിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാല് അതാണ് അതിന്റെ പാത്രം. അപ്പോ ആ പാത്രത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഉചിതം. പക്ഷെ ദൈവത്തിന്റെ ചിന്തകളില് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ലാത്തതുകൊണ്ട് ആ പാത്രം മാറ്റി വേറൊരു കൽഭരണി ഉപയോഗിച്ചു. കൽഭരണിയാണെങ്കിലോ ആരും ശ്രദ്ധിക്കാതെ വെറുതെ കാല് കഴുകാൻ, ശുദ്ധീകരണത്തിന് വേണ്ടി കാല് കഴുകാൻ കോരി ഉപയോഗിക്കുന്ന ആ കൽഭരണിയാണ് ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെയാണ് പലരെയും, അതായത് അത്രമാത്രം വില കൊടുക്കാത്ത ജീവിതങ്ങളെയും, വില കൽപ്പിക്കാത്ത ജീവിതങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കാനോ, അല്ലെങ്കിൽ ദൈവമാണ് അവരിൽ കൂടിയതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് യാതൊരു
ആ, പ്രാധാന്യമില്ല. അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവിക കൃപകൾക്കാണ് പ്രാധാന്യം. ഇപ്പൊ നമ്മൾ ചിലപ്പോ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കാണോ പ്രാധാന്യം, നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനാണോ പ്രാധാന്യം? ദൈവാത്മാവിന്. ദൈവാത്മാവിനാണ് അല്ല. അപ്പൊ നമ്മൾ ആരും പ്രാർത്ഥിച്ചു നമുക്ക് നേടിത്തന്നു എന്ന് വിചാരിച്ച് ആരും ക്രെഡിറ്റ് ചെയ്യരുത്. കാരണം ആ ക്രെഡിറ്റ് ഫുള്ള് എങ്ങോട്ട് പോണം? ദൈവത്തിന് പോണം. ദൈവത്തിന് പോണം. അപ്പൊ നമ്മളുടെ ജീവിതയാത്രകളിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ മക്കളെ നമുക്ക് വിശുദ്ധ കൂദാശ, വിവാഹം എന്ന കൂദാശയിൽ കൂടി പറയുന്നുണ്ട്, സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും എന്താണ് ക്രിസ്തുവിന്റെ സഭയുടെ സ്നേഹത്തിലും ഒക്കെ വളർത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അന്നേരം അച്ഛൻ പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മളത് ഏറ്റു ചെല്ലുകയാണ്. അതിനെ കുറിച്ചൊന്നും ബോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഇത് കേൾക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, ത്രിയേക ദൈവമുണ്ട്, പിന്നെ ആരുണ്ട്? സഭയുണ്ട്, സമൂഹമുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്? അതിന്റെ ഇടയിൽ പിശാചും ഉണ്ടാവും ഇല്ലേ? അതെ ഏ അതെ ആ അതെ അവനില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോ അതുകൊണ്ട് ഇത് ലംഘിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെ? അങ്ങനെ അത് അതുവഴി ആ കുടുംബത്തിൽ കയറി വരുന്ന അപകടാവസ്ഥകള്, അതുപോലെ അപ്പോ ആ ഒരു വ്യക്തിയെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് എന്തിനാ? ജീവിക്കാൻ അനുവദിക്കുന്നത് എന്തിനാ? ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കാൻ എന്ന്. ഇപ്പൊ ഞാൻ എന്ന വ്യക്തിയിൽ കൂടി ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവം എത്ര പേരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ അത്രയും പേരെ ഞാൻ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെ? അത് എപ്പോഴാണെന്നൊന്നും കർത്താവ് തീരുമാനിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാ സമയവും ദൈവ കൃപയുടെ ജീവിതത്തിന്റെ കീഴിലല്ലായിരുന്നു ജീവിച്ചത് അല്ലെ? ഞാൻ എപ്പോഴും പറയുന്നത് 33 വയസ്സ് വരെ ഞാൻ ദൈവകൃപയുടെ കീഴിൽ ആണോന്ന് ചോദിച്ചാൽ ദൈവം സഹായിച്ചത് കൊണ്ട് അങ്ങനെ ജീവിച്ചു. പക്ഷെ എനിക്ക് ദൈവകൃപയെ കുറിച്ചോ ദൈവീകമായ ഇടപെടലുകളോ ദൈവത്തെക്കുറിച്ചോ പോലും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോ ഒരു കൊട്ട് തന്നു, തട്ട് തന്നു, അവിടെ എല്ലാം കൊട്ടും തട്ടൊക്കെ നല്ല ഇത്തിരി കടുപ്പമുള്ളതായിരുന്നുകൊണ്ട് കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്താ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു. കാരണം ഇപ്പൊ എന്നോടൊരു വ്യക്തി ഒരു ബുദ്ധിമുട്ട്, വിഷമം പറയുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്ത് നമുക്കതിനെ ദൈവസ്നേഹത്തിന്റെ കൃപയിലേക്ക് ചേർന്ന് നിൽക്കാം എന്ന ഒരു ബോധ്യം ജീവിതത്തിൽ കൂടി, സ്വന്തം ജീവിതത്തിൽ കൂടി പഠിച്ചു. അതിൽ കൂടി എനിക്ക് ഒരു ദൈവികമായ അനുഗ്രഹവും കിട്ടി. അപ്പോ എന്താ, അത് നമുക്ക് ഇന്നതുപോലെ ചെയ്ത ഇന്നതുപോലെ ലഭിക്കും എന്നുള്ളൊരു എന്താണ് സൊല്യൂഷൻ, നമുക്ക് എന്ത് കാര്യത്തിലൊരു സൊല്യൂഷൻ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി തന്നെ പഠിപ്പിച്ചു. ഇതെല്ലാം എന്തിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്? രക്ഷകനായ ദൈവത്തെ കുറിച്ചുള്ള സ്വന്തം പഠനങ്ങൾ ദൈവം തന്നെ നമ്മളെ നയിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമ്മളുടെ ഓരോ ജീവിതയാത്രകളിലും പുറമേ ഉള്ള കുറെ പഠനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ബൈബിള് വായിച്ച് നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇപ്പൊ തന്നെ നമ്മുടെ സങ്കീർത്തനത്തില് ഒത്തിരി ഞാനിപ്പോ എത്ര വർഷമായി, കുറെ വർഷങ്ങളായി നമ്മുടെ സങ്കീർത്തനം 91 ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ ഓരോ വചനഭാഗങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു പുതിയ നിയമം കഴിഞ്ഞ പഴയ നിയമം, പഴയ നിയമം കഴിഞ്ഞ പിന്നെ ഓരോന്നിങ്ങനെ ഇത് നമ്മള് ഈ സങ്കീർത്തനം 91 മറിയത്തിന്റെ സ്തോത്രഗീതവും മാത്രം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാത്തിനെയും ക്രോഡീകരിക്കുന്ന വചനഭാഗങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തില് ഉള്ളത്. അടിസ്ഥാനപരമായി എന്തുണ്ടാവണം എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അല്ലെ? സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ദൈവികമായ ഇടപെടലുകളെ ഞാൻ വിശ്വസിക്കണം. അതിന് ഞാൻ ആ ഒരു തണലിൽ ആയിരിക്കണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും ആയ വ്യക്തിയാണ് കർത്താവാണ് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വെറുതെ ആരും ഒരിക്കലും രക്ഷയിലേക്ക് വരുന്നില്ല. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ തീർക്കാതെ ഒരിക്കലും നമ്മളിൽ കൂടി ഒരാളും രക്ഷപ്പെടില്ല. ഞാൻ ഇന്നിങ്ങനെ എനിക്കിന്നൊരു മെസ്സേജ് വന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നി. കാരണം എന്റെ കുറവുകൾ കൊണ്ടാണ് ചിലപ്പോ
ചില മേഖലകളിൽ ഒരു ദുർബലത അനുഭവിക്കുന്നതെന്ന് ഓർത്തു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ഭാഗത്തും കുറെ കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കാൻ ബലം പിടിച്ച് ഇന്ന ഒരു സമയം കണ്ടെത്തുന്നു, ആ സമയത്ത് എന്തെങ്കിലും ജോലി വരും, എന്തെങ്കിലും കാര്യങ്ങൾ വരും, എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഏതെങ്കിലും കാരണം കൊണ്ട് അത് മിസ്സായി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ, ഞാൻ മനഃപൂർവ്വം പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല. ഇനിയിപ്പോ അഥവാ പ്രാർത്ഥിക്കാനിരുന്ന സമയം കിട്ടിയാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിയും പോകും. അപ്പൊ കഴിഞ്ഞല്ലോ. അപ്പോ ഇത്രമാത്രം നമ്മുടെ ജീവിതയാത്രകളില് ദൈവം നമ്മളെ ഇങ്ങനിട്ട് ഓടിക്കുമ്പോൾ കുറെ കോട്ടം നമ്മുടെയൊക്കെ ഉണ്ടാവും. എങ്കിലും ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു കുറച്ച് സമയം ഓടുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നീതിയും കരുണയും പരിപാലനയൊക്കെ ദൈവം തന്നെ നമുക്ക് തരും. അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മള് വലിയ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ ഞാൻ കാരണം ഈ പറയാൻ കാര്യം, നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ. നമ്മളെയൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മളെ സഹായിച്ച, നമ്മളിൽ കൂടി കൃപ കിട്ടിയവര്, നമ്മളിൽ കൂടി ദൈവസ്നേഹത്തിലേക്ക് അനുഭവമുള്ളവരൊക്കെ ഇന്ന് സ്വർഗത്തിൽ എത്തുമ്പോ തീർച്ചയായും നമ്മൾ ഓർക്കൂലേ? ഏ അത് നമ്മുടെ എന്താണ്? അതാണ് നമ്മുടെ സ്വത്ത്. നമ്മുടെ രക്ഷയാണ് അല്ലെ, നമ്മളുടെ ഒരു രക്ഷയാണ് അല്ലെ. എന്താണ് കുറെ പേരുടെ എന്താണ് നമ്മുടെ പഴയ ഗ്രൂപ്പിലും പുതിയ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഈശോയെ അവരൊക്കെ ഇപ്പോ എന്റെ ഒരു തളർച്ചയിലല്ലെങ്കിൽ എന്റെ കുറവുകളിലൊക്കെ അവർക്ക് എന്നെ സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മള് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കാൻ ഭൗതികമായാലും ധാർമ്മികമായാലും അത് നമുക്ക് കഠിനമായ അധ്വാനമൊന്നും വേണ്ട. ഞാനൊന്നും അധികം കഠിനമായ അധ്വാനമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ കൂടി കിട്ടിയത് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ട. അത് നമുക്കതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തരുന്നത് ഉപയോഗിക്കുക. സാഹചര്യങ്ങള് അറിഞ്ഞ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേദനകൾ ഉണ്ടാവാം. 100% വേദനകളായിരിക്കും. അല്ലോ 10-15% നമുക്കതിൽ നിന്നൊരു സ്നേഹമോ നന്ദിയോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടുള്ളൂ. അതില് ബാക്കി 90% നമുക്ക് വേദനകൾ നടന്നിട്ടായിരിക്കും പോണത്. പക്ഷെ അതെല്ലാം എന്തായിട്ട് മാറ്റും ദൈവം? നമ്മുടെ രക്ഷയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെ ദൈവത്തോടു കൂടെ ആയിരിക്കാതെ നമുക്ക് ഇത് രക്ഷയാണോ വിഷയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മരിച്ചുപോയ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, നമ്മളെ ഓർക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം അല്ലെ? വെക്കണ്ടേ? അത് നമ്മളുടെ രക്ഷയാണ്. നമ്മളെ സ്നേഹിച്ചവരൊക്കെ ഒരു പരിധിയിൽ നമ്മളെ സഹായിക്കും എന്നൊരു ഉറപ്പുണ്ടവര് നമ്മൾ. പക്ഷേ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നമ്മള് ദ്രോഹിച്ചവരായിരിക്കും ഏറ്റവും വേദനയോടുകൂടെ നമ്മളെ ഓർക്കുന്നത്. മനസ്സിലായോ? നമ്മളെ ദ്രോഹിച്ചവരായിരിക്കും, ഞാൻ അങ്ങനെ പോയത് കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ എത്ര വലുതായിരുന്നു എന്ന്. അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണ്? ധനവാന്റെയും ലാസറിന്റെയും കാര്യം അല്ലെ. പിന്നെ അവസാനം ഈ അവഗണിച്ച് ഇട്ടയച്ച ലാസറിനെ തന്നെ ധനവാന് വേണ്ടി വന്നു അല്ലെ. സഹായം ലഭിച്ചില്ല. പക്ഷെ ആ ഒരു ബോധ്യം ആ സമയത്ത് നരകത്തിൽ കിടന്നപ്പോ അവൻ ഓർക്കേണ്ടി വന്നു. പക്ഷെ ലഭിച്ചില്ലെങ്കിലും നമ്മളോട് ഇത് തന്നെ പറയണത്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, നമ്മൾ ചെയ്തു പോകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്നെ പോലെ തന്നെ എന്റെ അയൽക്കാരനെ. അപ്പൊ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പെടും അല്ലെ. അപ്പൊ ആ ഒരു തിരിച്ചറിവ്, അതെല്ലാം നമ്മുടെ രക്ഷയുടെ ഒരു അടയാളമാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തം ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ച് നമുക്ക് മനസ്സിലാവില്ല. ദൈവത്തിന്റെ സ്നേഹത്താലും ജ്ഞാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളെ വേദനിപ്പിച്ചതല്ലേ. നമുക്ക് അവരോട് ഒരു തരത്തിലും നമ്മൾ അവരായിട്ട് ഒരു ബന്ധം നിലനിർത്തണ്ട എന്നൊരു ചിന്ത ബുദ്ധിയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ശരിയാണ്, എന്ത് കാര്യത്തിനും നമ്മൾ വെറുതെ തല വെച്ച് കൊടുക്കണത് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിക്കും.
പക്ഷെ അവിടെ ആ ന്യായീകരണം നമുക്ക് അപകടമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് മാത്രമല്ല അറിഞ്ഞോളൂ. അപ്പൊ ആ ഒരു മേഖലകളിൽ നമുക്ക് ഒരുപാട് കൃപ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ, രക്ഷയുടെ ഒരു കരുതൽ കിട്ടാനുള്ള സാധ്യതകൾ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. ആരാണ്? ഗ്രേസി പൗലോസ് വായിക്കും. വായിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അവിടുന്ന് തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലിനെ തന്റെ കരുണയെ പ്രതിയാണ്, അതായത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മളോട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അല്ലെ? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ അവഗണിച്ച് കളയാം. ഇപ്പൊ ഇന്ന് ഞാൻ ഇതിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു അച്ഛൻ പറയണത്, നമ്മൾക്കിപ്പോ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ ജില്ലകള് തോറും സഞ്ചരിക്കും. അനുഗ്രഹം കിട്ടുന്നത് വരെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ഓടും. എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോകും, നിറച്ചു നേരും. അവസാനം കാര്യം നടന്നു. വിദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് അങ്ങനെ പോകാൻ ദൈവം ഒരു വാതിൽ തുറന്നു. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പാപ കടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അർഹതയും ഇല്ല തരാനായിട്ടെങ്കിലും കർത്താവ് തന്റെ കരുണയെ പ്രതി അത് ദൈവം പ്രദാനം ചെയ്യും. അപ്പൊ ദൈവത്തിനറിയാം. പണ്ടും പറയുന്നുണ്ടല്ലോ, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് അവരെന്നെ അന്വേഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇപ്പോഴും തന്നെയാണ്. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര ബിസിയായി, അല്ലേ? നമ്മളിപ്പോ നമ്മുടെ കൂട്ടായ്മകളില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ എന്താണ് ഭവനങ്ങളില്, പിന്നെന്താ നമ്മുടെ ഇടവകളില് ആദ്യകാലങ്ങളിൽ ഉണ്ടായ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ആ ഒരു ആളുകൾ തമ്മിലും പ്രാർത്ഥനകളുടെയും ഒക്കെ അവസ്ഥകളൊക്കെ ഒത്തിരി മാറിയില്ലേ ഇപ്പൊ? ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത വന്നു, ഇല്ല? പക്ഷെ ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ ഒരുപാട് പരിഷ്കാരങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ചിന്തകളൊക്കെ മാറി 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 കുറെ ദൈവീകമായ ചൈതന്യം ദ്രവിച്ച് അവസാനം മാനുഷികമായ ബുദ്ധി വളർന്ന് ഒരു പരുവത്തിലായിരിക്കണേണ് ഇപ്പൊ, അല്ലെ? ഒരു എന്ന് വെച്ചാൽ നമുക്ക്, പക്ഷെ എന്നിട്ടും നമ്മള് തകരുന്നില്ല, അല്ലെ? ഇപ്പോഴും നമ്മൾ പച്ച എവർഗ്രീൻ പോലെ കത്തോലിക്ക സഭ ജീവനോടുകൂടെ ജീവിക്കുന്നു. അതായത് ക്രിസ്ത്യാനികള് നമ്മളെ എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഏറ്റവും ചെറിയ സമൂഹമായ നിൽക്കുന്നുവെങ്കിലും നമ്മളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ വടവൃക്ഷമാണെന്നാണ് നമുക്ക് തോന്നണത്. പക്ഷെ ഏറ്റവും ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണിന്ന് ക്രിസ്ത്യൻ സമൂഹം, അല്ലെ? ജനസംഖ്യ കുറവാണ്, മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കുറവാണ്. എന്താ കാര്യം? മറ്റു ജനതകളെക്കാൾ കൂടുതല് ദൈവത്തെ അറിയുന്ന ജനതയായതുകൊണ്ട് തന്നെ ദൈവത്തിന് അതുപോലെ തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ദൈവത്തെ ഉപയോഗിക്കുകയാണ്, മിസ്യൂസ് ചെയ്യാണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഹിന്ദുക്കളാണെങ്കിലും നമ്മുടെ മുസ്ലിങ്ങളാണെങ്കിലും അവർക്ക് ദൈവത്തോടൊരു ഭയവും ഭക്തിയും ഉണ്ട്. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ട്,
ഇല്ലേ? ഏ ഏ ഉണ്ട് ഉണ്ട്. അവർക്ക് ദൈവത്തോട് ഒരു ഭയവും ഉണ്ട്, ഭക്തിയും ഉണ്ട്. നമുക്ക് നമ്മുടെ അവസ്ഥ എന്താ? ഇത് രണ്ടും ഇല്ല. ഉണ്ടോ? ഏ ഭയം ഉണ്ടോ? ഏ നമ്മളെ ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും. ഉണ്ടെന്നും പറയാൻ പറ്റൂല, ഇല്ലെന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അല്ലെ? ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചിക്കിച്ചെഞ്ഞ് നോക്കുമ്പോ ശരിയാണ്, ഇല്ല എന്ന് പറയും. ഇപ്പൊ അത് പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. പിന്നെ ഭക്തി ഉണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭക്തി ഇപ്പൊ ഗുസ്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ? ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ എന്നെ തന്നെ പലപ്പോഴും ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഞാൻ തന്നെ ഓർക്കാറുണ്ട്, ദൈവമേ എന്റെ ഭക്തി പലപ്പോഴും ഒരു ഗുസ്തിയായി മാറാറുണ്ട്. അവസാനം വീട്ടിൽ നിന്ന് തന്നെ പറയും, നീയാണോ പ്രാർത്ഥനക്കാരി എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ എന്തായി? ഇല്ലേ? മറ്റുള്ളവരുടെ മുമ്പില് നമ്മളൊരു ഗുസ്തി പിടുത്തത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭക്തിയുള്ള ജീവിതമാണ്, പക്ഷെ അതൊരു ഗുസ്തിയായി മാറാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. നമുക്കൊരു സ്ഥിരതയില്ല ഭക്തി ജീവിതത്തില്. ദൈവഭയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ അല്ലേ? നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അധികാരികള്, പിന്നെന്താ, നമ്മളെ സഹായിക്കേണ്ട വൈദികര്, നമ്മളെ നയിക്കേണ്ട മാതാപിതാക്കള്, അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തോരം ഭക്തിയും എന്തോരം ദൈവഭയവും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും നമ്മളോട് ദൈവം എന്ത് ചെയ്യുന്നു? കരുണ കാണിക്കുന്നു അല്ലെ? അപ്പോ ദൈവത്തിന്റെ കരുണയാണോ വലുത്, നമ്മുടെ ഭയവും ഭക്തിയാണോ വലുത്? ദൈവത്തിന്റെ കാര്യം. ദൈവത്തിന്റെ കരുണ തന്നെയാണ് അല്ലെ? അപ്പോ ഇവിടെ എല്ലാം ദൈവത്തിന്റെ കരുണ വലുതാകുന്നതനുസരിച്ച് മനുഷ്യര് മാറ്റം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോ ആരാണ് ചോദിക്കാൻ വരുന്നത്? പിശാചിന് ദൈവത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അല്ലെ? എന്നിട്ടും മനുഷ്യരുടെ അവസാന നിമിഷം പിശാചിനോട് പിശാച് പറയുന്നുണ്ട്, അവരെല്ലാം എന്റെയാണ്. അവൻ ഇത്രയും നാളും ദുഷ്ടത മാത്രം ചെയ്ത് ജീവിച്ചതാണ്. എന്നിട്ടിപ്പോ നീ അവനെ നീ സ്വന്തമാക്കുന്നു. അതെന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് എന്ന് ചോദിച്ച് പിശാച് ചെല്ലിട്ടുണ്ട്. അങ്ങനൊരു സ്ഥലത്ത് വായിച്ചതാണ്. അപ്പം ദൈവം ചോദിക്കുകയാണ്, അതെല്ലാം ശരിയാണ്, അവൻ പാപം ചെയ്തിട്ടുണ്ട്, അവൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, അവൻ മരണത്തിന്റെ അവസാന നിമിഷം വരെ അവൻ മോശമായ അവസ്ഥയിലാണ് അവന്റെ ആത്മാവ്. എങ്കിലും ആ അവസാന നിമിഷം അതെല്ലാം ഓർത്ത് അവൻ ആ ഒരു സെക്കൻഡ് അനുദപിക്കുവാനുള്ള അവന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ ഞാൻ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ നീ ഇപ്പോഴും അതിന് തയ്യാറല്ലല്ലോ എന്നാണ് ഈശോ തിരിച്ചു ചോദിക്കണത്. അപ്പോ അനുദപിക്കുക എന്ന് പറയുമ്പോ എന്താണ്? കരുണയുടെ ലക്ഷ്യം എന്താണ്? അനുതാപം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവകരുണയുടെ ലക്ഷ്യം. അതിപ്പോ നമ്മൾ മരണം വരെ കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെനാൾട്ടി അങ്ങനെ കൂടിക്കിടക്കും അല്ലെ? പക്ഷെ ഇതൊക്കെ വീട്ടപ്പെടുക, ഇപ്പൊ നമുക്കറിയാം. നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടാണ്, ഒരു ആലുവ മാർത്താണ്ഡപുരം ഭാഗത്ത് നിന്ന് ഒരു ലേഡി താഴേക്ക് ചാടി, അപ്പൊ തന്നെ മരിച്ചു. അപ്പൊ തന്നെ എടുത്തു, പക്ഷെ അപ്പൊ തന്നെ മരിച്ചു. അപ്പൊ ഞാൻ എന്ത് കാര്യം കൊണ്ടാണാവോ ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് വെച്ചാൽ അവരുടെ ഫാമിലി എന്തായിരിക്കും അവരുടെ അവസ്ഥ? നമുക്കറിയാലോ, നമ്മളുടെ ജീവിതത്തിൽ ഒരാള് പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് ആകുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. പോയവർക്ക് അങ്ങോട്ട് പോകാം, നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെന്താ, ഒരു വലിയൊരു അരക്ഷിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് ആ ഒരു ജീവിതം പോയത്. പക്ഷേ അത് ഭൗമികമായി ചിന്തിച്ചാൽ അങ്ങനെ. പക്ഷേ ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് മരിച്ച ആൾക്കായിരിക്കും അല്ലേ? മരിച്ചുപോയ ആൾക്കാണ് ഏറ്റവും വലിയ ദുരിതം. പിന്നെ മരിച്ചുപോയ ആൾക്ക് തിരിച്ചു വരാനും പറ്റില്ല. അപ്പോ അവിടെയല്ലേ ഇവിടെ അല്ലാത്തൊരവസ്ഥ. അപ്പൊ എന്തു പറ്റും? ഈ ഒരു ഒരു ദുർഘട അവസ്ഥയിൽ ഇങ്ങനെ നമുക്കൊരു ചെളിക്കുണ്ടിൽ പെട്ട പോലെ ഒരു കാല് നമ്മൾ പൊക്കുമ്പോ അടുത്ത കാല് താഴ്ന്നു പോകും, ആ കാല് പൊക്കുമ്പോ ഈ കാല് താഴ്ന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ആത്മാവിന്റെ അവസ്ഥ. നമുക്കിപ്പോ പറഞ്ഞൊക്കെ പറഞ്ഞു പോകാനും പറ്റും, പക്ഷെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ,
അത് നമുക്ക് ഒരിക്കലും അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിധം ദുർഘടമായ അവസ്ഥ. ഈ അവസ്ഥയിലൊക്കെ ആരാ സഹായിക്കാനുള്ളത്? ദൈവമാണ്. ദൈവത്തിന്റെ കരുണയാണ്, അല്ലെ? ദൈവത്തിന്റെ കരുണയാണ്. അപ്പോ ഈ കരുണ ഈ ഭൂമിയില് നമ്മള് എന്തോരം മിസ്യൂസ് ചെയ്യുന്നു എന്ന് ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല. ഒരു മനുഷ്യനും ഞാനടക്കം ഒരു ദിവസം ഇപ്പൊ നമ്മളിപ്പോ 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് ദൈവകൃപയുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞാല് ബാക്കി 23 മണിക്കൂറും എന്താണ്? ദൈവത്തിനെതിരെ, അല്ലെ? ഉറങ്ങുന്ന സമയത്ത് പോലും പൈശാചികമായ പീഡനം. ഞാനിപ്പോ കുറച്ച് ആളുകളെ ശ്രദ്ധിക്കുന്നു, ഉറക്കത്തിൽ പോലും നമുക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. എന്തൊക്കെ അസ്വസ്ഥതകളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, കർത്താവേ ഒരു സ്വപ്നം എന്നെ കാണിച്ചായിരുന്നു, ഞാനൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. പക്ഷെ അന്നത്തെ ദിവസം എന്തെങ്കിലും പീഡയോ എന്തെങ്കിലും അസ്വസ്ഥത എന്തെങ്കിലും മോശപ്പെട്ടതൊക്കെ കാണിച്ചു തരും. എന്താണ് ഒരു പിടിയും കിട്ടാറില്ല. അപ്പൊ ഞാൻ ആകെ ഒരു ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം, ആ സമയത്ത് പോലും മനുഷ്യന് സ്വസ്ഥത തരൂല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈശോയോട് എഴുന്നേറ്റ് വരുമ്പോ തന്നെ കംപ്ലൈന്റ് പറയും. കാരണം പിന്നെ നമുക്ക് ഉറക്കത്തിൽ പോലും നമുക്ക് അസ്വസ്ഥതയാണ്. അപ്പോ പക്ഷെ എന്നാലും നമ്മളുടെ നിത്യ ജീവിതത്തിന്റെ മേഖലകളൊന്നും ദൈവം ബ്രേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു കാര്യത്തിലും ദൈവം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അതെല്ലാം ഒരു ദൈവികമായ പരിശുദ്ധമായ നീ കാണുന്ന സ്വപ്നം പോലും എനിക്ക് അറിവുള്ളതാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളുടെ അസ്വസ്ഥതയിലേക്ക് വലിച്ചിഴക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മളെ ഇന്ന് വരെ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ കരുണയുടെ സാന്നിധ്യമായിരുന്നു, കരുണയുടെ കരങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് ആരോടാ പറയണെന്ന് വെച്ചാ ലോകം മുഴുവനും നമുക്ക് കേൾക്കാനായിട്ട് വിളിച്ചു പറയാനുള്ള ശക്തിയും ഊർജവും ദൈവം തന്നാൽ പോലും നമ്മൾക്ക് ഒരു എന്താ പറയാ, ഒരു ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഹൃദയ വേദനയും വ്യാകുലവും ഒക്കെയാണ് പലപ്പോഴും. നമ്മളിപ്പോ ഒരാളോട് നമ്മളത് ഇന്നതുപോലെയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പിന്നെ ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല. ഞങ്ങളും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസം ഞാന് പള്ളിയില് എന്ന് വർത്തമാനം പറഞ്ഞ അജിജു, നിങ്ങളെ പോലെ തന്നെ എനിക്കും ഭക്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരാണെങ്കിൽ കൊന്തയെ ചൊല്ലി നടക്കുന്ന ആളാണ്, വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ആയിരിക്കുന്ന ആ അവസ്ഥയിലും ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കപ്പോ മനസ്സിലായി, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസാക്ഷി, നമ്മുടെ ജീവിതമൊക്കെ ദൈവസ്നേഹത്തിലാണെങ്കിൽ അധികം ഒന്നും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ്, പ്രവൃത്തി ഒരു പ്രാർത്ഥനയാണ്, സഹനം ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? ആണോ? അതെ അതെ അതെല്ലാം ദൈവം ഒരു പ്രാർത്ഥനയാക്കി മാറ്റും. അങ്ങനെ സ്വർഗത്തിലായിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. അപ്പോ ഒത്തിരി പ്രാർത്ഥിച്ച് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മുടെ ജീവിതം തന്നെ ദൈവകൃപയുമായ ഒരു ഐക്യം വരുന്നത് വഴി മാത്രമാണ്. അതുകൊണ്ടാണ് ആട്ടിടയന്മാർക്കൊക്കെ ഈശോ ജനിക്കുവാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ദൂതും അതേസമയം ആ സ്പോട്ടിൽ തന്നെ അവര് ശരിക്കും പറഞ്ഞ നമ്മളൊക്കെ നല്ല ഉറക്കത്തിന്റെ സമയമാണല്ലേ, പ്രത്യേകിച്ച് ആ സമയം അവിടെ എന്ന് വെച്ചാല് ഡിസംബർ എന്ന് പറഞ്ഞാല് ഭയങ്കര തണുപ്പുള്ള സമയമാണ്. മരം പോലും കോച്ച് വിറച്ച് തുള്ളുന്ന അവസ്ഥ തണുപ്പ് കൊണ്ട്. ഈ സമയത്ത് അവര് ഈ ആട്ടിടയന്മാര് ഈ ആടുകളെയും കൊണ്ട് ഈ പറഞ്ഞ ദൂരത്തേക്കുള്ള ഈ സ്ഥലത്തേക്ക് ഇവരെത്തുക എന്ന് പറഞ്ഞാല് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? എന്തായാലും ദൂത് കേട്ടാ ഇനി നാളെ ചെന്ന് നോക്കാം എന്ന് വിചാരിച്ചില്ല. ആ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ അവർ അസമയത്ത് ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി റെസ്റ്റ് ചെയ്യുന്ന സമയം. കാരണം ഇവര് പകല് മുഴുവനും കഷ്ടപ്പെട്ട് യാത്രയാണ്, ആടുകളെ പോലെ തന്നെ മൃഗങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര തന്നെയാണ്. അതിനിടക്ക് ഇവരെ സംരക്ഷിക്കണം, ഇവർക്ക് ഭക്ഷണമില്ല, അത്യാവശ്യം അങ്ങോട്ട് ജീവിച്ചു പോകാം എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ, ദാരിദ്ര്യവും ദുരിതവും. പക്ഷെ അവരുടെ ഈ ദുരിതപ്പെട്ട അവസ്ഥയിലും ഈ സ്വർഗീയ ദൂത് കേട്ടപ്പോ അവിടെ ചടഞ്ഞോടി ഇരുന്നില്ല. എന്ത് ചെയ്തു? അവര് ആ നിമിഷം തന്നെ ഉണ്ണി യേശുവിനെ കാണാനായിട്ട് പോയി, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉള്ളൊരു കാര്യമാണ്. നമ്മൾ
ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് വിശ്വസിക്കാനോ എന്നിട്ടും ദൈവം നമ്മളോട് കരുണ കാണിച്ച് അല്ലേ? അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, എനിക്കറിയാം ആ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അത് സ്വീകരിക്കാനുള്ള മനോഭാവമോ ചിന്തയോ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു നിസ്സഹായാവസ്ഥ, ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ്സിൽ എല്ലാവരും തന്നെ എല്ലാ കുട്ടികളും ഒരേപോലെ സ്വീകരിക്കണമെന്നില്ല. കുറച്ച് കുട്ടികൾ നന്നായിട്ട് കേൾക്കും, കുറച്ച് കുട്ടികൾ അലസമായിട്ട് കേൾക്കും, കുറച്ച് കുട്ടികൾ എന്നോടല്ല ഇതൊന്നും പറയണെന്നുള്ള ധാരണയിലിരിക്കും അല്ലെ. ഇതിങ്ങനെ പറഞ്ഞോണ്ടേ, പക്ഷെ ദൈവം ഈ ടീച്ചർ എല്ലാവർക്കും ഒരേ എഫേർട്ടാണ് കൊടുക്കണത് അല്ലെ, ആണോ? അതെ എല്ലാവർക്കും ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു എഫേർട്ടാണ് കൊടുക്കുക, ഒരേപോലെയാണ്, ഒരേ അധ്വാനം തന്നെ. പക്ഷെ വളരെ കുറച്ച് ഇത് തന്നെയാണ് ദൈവം ദിവസവും ചെയ്യുന്നത്. എല്ലാവർക്കും ദൈവം കരുണ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നില്ല, പലതരത്തിൽ അത് മിസ്യൂസ് ചെയ്യുന്നു. കുറച്ച് പേര് മാത്രം, വളരെ ഏറ്റവും ചെറിയ ശതമാനം പേര് മാത്രം ദൈവകരുണയെ കുറിച്ച് അറിയുന്നു. അപ്പോ എത്ര വിഷമം ഉണ്ടാവും അല്ലേ ദൈവത്തിന്? ആ ടീച്ചർക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥത എന്തോരായിരിക്കും. ചില ടീച്ചേഴ്സ് മടുത്ത് ക്ലാസ് ഇട്ടേച്ച് പോകും, കാരണം ഇനി ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ട് പോകാറുണ്ട്. എന്റെ പുത്രൻ എന്നെ കാണാൻ വേണ്ടി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ പറയും, ഞാൻ നിർത്തിപ്പോയി, എനിക്ക് വയ്യ, ഇവന്മാര് ഭയങ്കര സംസാരമാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, അത് അവസാനം ഞാൻ ക്ലാസ് ഇട്ടേച്ച് പോയി എന്ന് പറയും. ടീച്ചർമാർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എത്ര മടുത്തിട്ട് ആണെങ്കിൽ പോലും ദൈവം നമ്മളോട് കാണിക്കുന്ന അളവറ്റ കരുണയാണ്. അതിലൊരു വീഴ്ച വരുത്താതെ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്ന കരുണ, അതാണ് ദൈവകരുണ. അത് മിസ്യൂസ് ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് ദൈവമേ, ഇന്ന് വരെ അനുഗ്രഹം കിട്ടിയിട്ടും ഈ ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ അത് തിരിച്ചറിയാൻ സാധിക്കാതെ കടന്നു പോകുന്ന അജ്ഞതയുടെ അന്ധതയുടെ അവസ്ഥകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ